രാവിലെ തന്നെ എൻ്റെ ബർഗ്മാൻ 8ന്റെ പണി വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ അങ്ങനെ നേരെ മീറ്ററിലേക്ക് നോക്കിയപ്പോൾ മീറ്ററിലാണെങ്കിൽ പെട്രോളിന്റെ ലെവൽ ഒട്ടുമില്ല. ഞാൻ കരുതി ഇനി പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാവാം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പറഞ്ഞു വിട്ട് 2 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വീശി. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴോ എവിടെ സ്റ്റാർട്ട് ആവുന്നില്ല. നേരെ മീറ്ററിലേക്ക് നോക്കിയപ്പോഴും അപ്പോഴും ആ പഴയ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു മങ്ങലുണ്ട് മീറ്ററിൽ. ഞാൻ നേരെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കി, ആ ഹെഡ്ലൈറ്റിനും മങ്ങലുണ്ട്. അപ്പോഴും ഞാൻ മീറ്ററിൽ വോൾട്ട് എത്രയും നോക്കി ബാറ്ററിയുടെ. അപ്പൊ 10 അപ്പൊ 10 എന്ന് പറയുമ്പോൾ തീരെ ലോ ആണ് ബാറ്ററി ലെവൽ എന്ന് പറയുന്നത്. ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് ഒരു 12-14, ഇതാണ് നല്ലൊരു കണ്ടീഷനുള്ള ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാറ്ററി തീരെ ലോ ആയിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോ എടുത്ത് മൂവ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല, സെൽഫ് എടുത്തിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല. BS6 വണ്ടി ആയതുകൊണ്ടാണ് കിക്കർ അടിച്ചത് സ്റ്റാർട്ട് ആവാത്തത്. അല്ലെങ്കിൽ കിക്കർ അടിച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ചോക്കില്ല, മറ്റേതിൽ ചോക്ക് വലിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഈ സുസുക്കി ബർഗ്മാനിൽ ചോക്കും ഇല്ല. അപ്പം BS6 വണ്ടിയിലൊന്നും ഈ ഒരു ലെവല് കഴിഞ്ഞ ബാറ്ററിയുടെ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ബർഗ്മാന്റെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഈ ബർഗ്മാൻ എടുത്തവർക്ക് മനസ്സിലാവും, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററിയുടെ പവർ നിലനിൽക്കാത്ത, അല്ലെങ്കിൽ ബാറ്ററി ലോ ആവുന്നതാണ്. ബാറ്ററി പെട്ടെന്ന് പോകും. അതായത് ഈ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാറ്ററി പോയിട്ട് പിന്നെ റിപ്ലേസ് ചെയ്ത് തരുന്ന ബാറ്ററി നല്ല ബാറ്ററിയാണ്, അത് ഈട് നിൽക്കും. അങ്ങനെ എനിക്കുള്ള ബാറ്ററി എന്തുകൊണ്ട് പോകുന്നില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഞാൻ എടുത്തിട്ട് 2 മാസമായി. ഈ 2 മാസത്തിനുള്ളിൽ ഒരുപാട് പേർക്ക് ബാറ്ററി പോയെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ പോയില്ലല്ലോ, എന്റെ കുഴപ്പമില്ല. ഞാൻ രാവിലെ ഒന്നും കിക്കർ സ്റ്റാർട്ട് അടിച്ചിട്ടാണ് എടുക്കുന്ന വണ്ടി, സെൽഫ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്ന് എന്റെ മനസ്സിൽ ചിന്തയുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അല്ല, സംഭവം പോകും സമയമായപ്പോ എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ എന്തായാലും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വണ്ടി എടുത്തത്. ഞാൻ താമസിക്കുന്ന കൊല്ലത്താണ്. അങ്ങനെ ഞാൻ ഉടനെ കൊല്ലത്ത് സർവീസ് സെന്റർ വിളിച്ചിട്ട് എന്റെ കാര്യം പറഞ്ഞു. ഇതെനിക്ക് ബാറ്ററി ഡൗൺ ആയി പോയി, ഒന്നുകിൽ നിങ്ങൾ വന്നിട്ട് അതൊന്ന് റിപ്ലേസ്മെന്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ മെക്കാനിക്ക് വന്ന് ഏതാന്ന് നോക്കി ഒന്ന് അത് മൂവ് ചെയ്ത് എനിക്ക് എടുക്കണം വണ്ടി, ആ രീതിയിലൊന്ന് ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അതിനെന്താ വരാലോ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. ഒത്തിരി സമയം കാത്തിരുന്നു. അങ്ങനെ ഉച്ചയാവുന്നവരെ ഞാൻ വിളിച്ചോണ്ടിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കാണ്ട ഡിസ്പ്ലേ കംപ്ലീറ്റ് ഓഫ് ആയിരിക്കുകയാണ്. ഒന്നുമില്ല, ചാർജ് ഒട്ടുമില്ല. അതേപോലെ ഇൻഡിക്കേറ്റർ സൗണ്ട് ഉണ്ട്, പക്ഷെ അതിൻ്റെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റും അതേ കണക്ക് തന്നെയാണ്, ഹെഡ്ലൈറ്റ് അതും ഓൺ ആവുന്നില്ല. നേരത്തെ കുറച്ചെങ്കിലും പ്രകാശിച്ചുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ലോ ആയിരിക്കുകയാണ്. എന്തായാലും മെക്കാനിക്ക് ഇപ്പം വരുമെന്ന് വിളിച്ചിട്ടുണ്ട്, വരട്ടെ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷവും ഇവരെ കാണാത്തതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ഇതുവരേക്കും ഒരു മെക്കാനിക്കും വന്ന് നോക്കിയിട്ടില്ല, വണ്ടി ഇവിടെ ഓഫായി തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ കാര്യം അവരെ ബോധിപ്പിച്ചു. അവർ നേരെ ഇവിടുത്തെ മാനേജറെ വിളിച്ച് പറഞ്ഞു. കാര്യം സുസുക്കിയുടെ ഓതറൈസ് സർവീസ് ആകുമ്പം നമ്മൾ എവിടുന്ന് വണ്ടി എടുത്താലും, ഇന്ത്യയിൽ എവിടുന്ന് വണ്ടി എടുത്താലും അവർക്ക് ശരിയാക്കി തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്, സർവീസ് സെന്ററുകാർക്കുണ്ട്. പക്ഷേ ചില സംസ്ഥാനത്ത് അല്ലെങ്കിൽ ചില ജില്ലകളിലൊക്കെ അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കാര്യം ഒരു ബാറ്ററി ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 1-2 ദിവസമൊക്കെ താമസിച്ച് അവർ തരൂ. കാര്യം വണ്ടി എടുത്ത സ്ഥലത്ത് നിന്നാകുമ്പം അവരപ്പം തന്നെ റിപ്ലേസ്മെന്റ് ചെയ്ത് തരും. അല്ലാത്ത സ്ഥലത്താകുമ്പോൾ 1-2 ദിവസമൊക്കെ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കും. എൻ്റെ അടുത്തും കൊല്ലംകാർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു 1-2 ദിവസം താമസിക്കും, 1-2 ദിവസം പോയിട്ട് നമുക്ക് മണിക്കൂർ പോലും താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എനിക്കിപ്പം തന്നെ വണ്ടി ബാറ്ററി റിപ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ള, നമുക്ക് വണ്ടി ഇല്ലാതെ പറ്റത്തില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഉടനെ ഏരിയ മാനേജറെ വിളിച്ചിട്ട് വീണ്ടും കൊല്ലത്തെ മാനേജറെ വിളിപ്പിച്ചിട്ട് സ്റ്റാഫിനെ വിടിയിപ്പിച്ചു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ അവർ എനിക്കുള്ള പാലുമായിട്ട്, ഈ കരയുന്ന കുഞ്ഞിന് പാലുമായിട്ട് വൈകുന്നേരത്ത് എത്തി. അതായത് പുതിയ ബാറ്ററി ആയിട്ട് എത്തി. പുതിയ ബാറ്ററി മാത്രമല്ല, വലിയൊരു വണ്ടിയിലാണ് അവർ വന്നത്. കാര്യം ഇത് ബാറ്ററി കംപ്ലൈന്റ് അല്ലെങ്കിൽ എൻ്റെ ഈ സ്കൂട്ടർ, അതായത് എൻ്റെ ഈ ബർഗ്മാൻ എടുത്തുകൊണ്ട് അവർക്ക് സർവീസ് സെന്ററിൽ കൊണ്ടുപോകാൻ വലിയ വണ്ടിയായിട്ടാണ് അവർ വന്നത്. എന്തായാലും ഇതൊരു ബാറ്ററി കംപ്ലൈന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒരു കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ല. ഈ ബർഗ്മാനെ സംബന്ധിച്ച് വേറെ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ടൈമിലുള്ള ബാറ്ററി ആദ്യമേ പോകും, അതെല്ലാവർക്കും പോകുന്നതാണ്. ആ ബാറ്ററി കംപ്ലൈന്റ് വരും. പിന്നെ അവരിടുന്ന ബാറ്ററി പക്ക ക്ലിയർ ആയിരിക്കും. വണ്ടി വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല മൈലേജ് കിട്ടും. 50 മൈലേജാണ് വണ്ടി കിട്ടുന്നത്. നല്ല സ്മൂത്താണ് വണ്ടി, നല്ല കംഫർട്ടാണ്, നല്ല സ്റ്റെബിലിറ്റിയാണ്.
വണ്ടി നല്ല പക്ക ക്ലിയർ ആണ്. സർവീസും ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, സർവീസും പക്ക ക്ലിയർ ആണ്. കാര്യം നമ്മൾ വണ്ടി എടുത്ത ഷോറൂമിലാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സ് വേണമെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത ഷോറൂമിൽ അല്ലെങ്കിൽ വണ്ടി എടുത്ത സർവീസ് സെന്ററിൽ, അവർക്കുള്ള സർവീസ് സെന്ററിലാണ് കാണിക്കുന്നതെങ്കിൽ ഉടനടി ആ പാർട്സ് തരികയും അല്ലെങ്കിൽ അത് ഉടനടി പരിഹരിച്ച് തരികയും, നമുക്ക് എന്താണോ പ്രശ്നം അത് ഉടനടി പരിഹരിച്ച് തരികയും ചെയ്യും. ആ ഒരു ജില്ല വിട്ടിട്ട് നമ്മൾ വേറൊരു ജില്ലയിലാണ് സർവീസ് സെന്ററിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വാറണ്ടി ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ആ ഒരു പാർട്സ് തരികയുള്ളൂ. ചിലപ്പോൾ 1-2 ദിവസം താമസം വരും. ഓരോ ജില്ലയിലും സർവീസ് സെന്ററുകൾക്ക് അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് പ്രകാരമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും എന്റെ വണ്ടിയുടെ പ്രശ്നം ഇന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ പരിഹരിച്ചു തന്നു. കണ്ടില്ലേ, ഇതാണ് ആ ഒരു വണ്ടി നൽകിയ ഒരു പഴയ ബാറ്ററി, എക്സൈഡിന്റെ ബാറ്ററിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഈ സുസുക്കിയുടെ 2 വീലറിലെല്ലാം എക്സൈഡിന്റെ ബാറ്ററിയാണ്. അപ്പൊ നമുക്കിത് വാങ്ങിച്ച് ഇടാൻ പറ്റാത്തതുണ്ടല്ലോ, പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിടാം, പുറത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കാം, ഇതൊക്കെ നമുക്ക് എപ്പോഴേ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വാറന്റിയെ ബാധിക്കും. 5 വർഷത്തെ വാറന്റിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കാര്യം കിട്ടാഞ്ഞിരിക്കുകയാണ് നമ്മുടെ വാറന്റി കട്ടാക്കാൻ. അപ്പം നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഈ വണ്ടികൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുസുക്കി ഷോറൂമിൽ അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ സർവീസ് സെന്ററിൽ അറിയിക്കുക. അവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പുറത്തു കൊടുത്ത് എന്തെങ്കിലും ശരിയാക്കുകയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാറന്റി കട്ടാവും, നമ്മുടെ സർവീസ് കട്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തെന്ന് ഇവരെ തന്നെ വിളിച്ച് ഇത് ചെയ്യിക്കുന്നത്. എന്റെ സുസുക്കി ബർഗ്മാൻ പുതിയ ബാറ്ററി കിട്ടി പഴയ പോലെ നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സുസുക്കി ബർഗ്മാന്റെ അല്ലെ സുസുക്കിയുടെ 2 വീലറിന്റെ ഒക്കെ പാർട്സ് പോയി കിട്ടാൻ പാടാണ്, ഇവരുടെ സർവീസൊക്കെ മോശമാണ്. ഒരിക്കലും സർവീസ് ഒന്നും മോശമല്ല, നല്ല സർവീസാണ്. പിന്നെ പാർട്സ് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടുണ്ടായിരുന്നു, അതൊക്കെ മുൻപായിരുന്നെങ്കിൽ ഒരു വാറന്റി ഇഷ്യൂ ചെയ്ത് 2-3 മാസം കഴിഞ്ഞിട്ടാകും ഒരു പാർട്സ് കിട്ടുന്നത്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്ന മട്ടായിരുന്നു. എങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ സുസുക്കി 2 വീലറിന്റെ ഒക്കെ പാർട്സുകൾ എല്ലാ ഷോറൂമിലും അല്ല എല്ലാ സർവീസ് സെന്ററുകളിലും സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. ഒരുപാട് പേര് ഈ ബർഗ്മാൻ എടുക്കാൻ മടിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്നാൽ നല്ലൊരു വണ്ടിയാണ്. എന്തായാലും നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഓട്ടിച്ച് നോക്കിയതിനു ശേഷം, ഒരു ടെസ്റ്റ് റൈഡ് നടത്തിയതിനു ശേഷം മറ്റു വണ്ടിയിലേക്ക് പോകും. തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കും. നിങ്ങൾ ടെസ്റ്റ് റൈഡ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കും, അത് ഉറപ്പാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.